ഈ ഒരു എപ്പിസോഡിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ പറയാം. അപ്പം നമ്മുടെ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ നെയ്ബർ ഒരു ചേട്ടനുണ്ട്, പുള്ളിക്കാരൻ ഇങ്ങനെ അയച്ചു കൊടുത്തായിരുന്നു. അപ്പം ആൾ വീഡിയോ കണ്ടിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം പുള്ളിയുടെ ഒരു കസിൻ ഇതാണൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, അതായത് ഇങ്ങനത്തെ ഒരു പാരനോർമൽ എക്സ്പീരിയൻസ്. അപ്പം പുള്ളി എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞു തന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഈ ഒരു സ്റ്റോറി ആഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിക്ക് സന്തോഷമേ ഉള്ളൂ ഇത് ആഡ് ചെയ്യുന്നതിൽ. അപ്പം ആ ഒരു വീഡിയോ, ആ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ ഒരു കസിൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, ഈ കസിൻ്റെ ഒരു അപ്പൂപ്പനുണ്ട്, വളരെ പ്രായമായ ഒരു മനുഷ്യനാണ്. അപ്പം ഇദ്ദേഹമാണെങ്കിൽ മരിച്ചുപോയ സമയത്ത് പൊതുവേ ഒരു മരണ വീട്ടിലുള്ള കണക്ക് എല്ലാവരും വീട്ടിൽ ഒത്തുകൂടിയിരിക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രശ്നമെന്ന് വെച്ചാൽ, ഈ എൻ്റെ നെയ്ബറിൻ്റെ കസിൻ്റെ ഫാദർ എന്ന് പറയുന്നത് കുറച്ച് ആൽക്കഹോളിക് എന്ന് വെച്ചാൽ ആൾ കുടിക്കുകയും അങ്ങനെ ഇറസ്പോൺസിബിളാണ്, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം ഈ ഫാദറിനെ പറ്റി ഭയങ്കര അവിടെയുള്ള ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇങ്ങനെ ദുഷിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് എല്ലാവരും ഈ ഒരു ഫാദറിനെ പറ്റി എപ്പോഴും ആ മരണ വീട്ടിൽ പോലെ ഇയാളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം എല്ലാവരും ഞെട്ടിക്കുന്നൊരു സംഭവം നടന്നു വെച്ചാൽ, ഒരു വയസ്സായ ആൾക്കാർ അതായത് അധികം ആരോഗ്യമില്ലാത്ത ആൾക്കാർ നടക്കുന്നൊരു തറയിലൊക്കെ ഒരു കാല് തേച്ച് കിടക്കുന്നൊരു ശബ്ദം. അതായത് പെട്ടെന്ന് ഈ ഒരു ശബ്ദം കേട്ടപ്പം എല്ലാവരും ഒന്ന് ഞെട്ടി. കാരണം ചിലപ്പം പുറത്താരെങ്കിലും നടന്ന ശബ്ദമായിരിക്കും. പക്ഷേ ഞെട്ടാൻ കാരണം വെച്ചാൽ, ഈ മരിച്ചുപോയ അപ്പൂപ്പൻ നടക്കുന്ന ആ ഒരു രീതി ഇങ്ങനത്തെ ഒരു രീതിയിലാണ്. അതായത് കാല് തറയെ തേച്ച് നടക്കുന്നൊരു രീതി. അത് കണക്ക് തന്നെ പെട്ടെന്നൊരു കാറുന്നൊരു ശബ്ദം, അതായത് നമ്മുടെ ഈ കഫമൊക്കെ കാറുന്നൊരു ശബ്ദം, അങ്ങനെ പെട്ടെന്നൊരു ശബ്ദം. ഈ രണ്ട് ശബ്ദം കൂടെ കേട്ടപ്പോൾ തന്നെ ആൾക്കാർ വല്ലാണ്ടങ്ങ് ഭയന്ന്. കാരണം ഈ മരിച്ചുപോയ അപ്പാപ്പൻ്റെ ആ ഒരു രീതിയിൽ, അതായത് ആ കാല് തേച്ചോളം നടത്തുകയും ആ ഒരു കാറെല്ലാം കൂടെ കേട്ടപ്പം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഒന്ന് സൈലൻ്റായി. അതായത് അപ്പം ഈ സൈലൻ്റായ സമയം കാരണം എല്ലാവരും കുറച്ച് നേരത്തങ്ങ് പേടിച്ചു പോയി. അതായത് ഈ അപ്പൂപ്പൻ്റെ ആത്മാവാണോ അവിടെ വന്നതെന്നൊരു എല്ലാവർക്കും ഒരു പേടി. അപ്പം അത്രയേ ഉള്ളൂ സംഭവം. പക്ഷെ ആ ഒരു സംഭവം ആർക്കും ഒരു പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല. കാരണം ആ ഒരു നടന്ന സമയം ഒരു രാത്രി ആ ഒരു സമയമാണ്. അവിടെ വേറെ വയസ്സായിട്ടുള്ള അത്ര ഒരാളും ഇല്ല. പിന്നെ ഈ ശബ്ദം, അതാണ് അവിടുത്തെ ഒരു മിസ്റ്ററി. എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ നമ്മുടെ ചാനലിൻ്റെ വീഡിയോ ഇങ്ങനെ റെക്കമെൻഡേഷൻ പോയിട്ട് എന്നോടൊരു സ്റ്റോറി ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അവനൊരു ക്രിസ്ത്യനാണ്. അവനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പള്ളിയിൽ ഈസ്റ്ററിൻ്റെ ദുഃഖവെള്ളിയുടെ തലേ ദിവസം പള്ളിയിൽ കിടന്നുറങ്ങുന്ന ഒരു രീതിയുണ്ട് ഇവർക്ക്. അതായത് പള്ളിക്കകത്ത് കിടന്നുറങ്ങുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ കുറച്ച് ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ടും കുറച്ച് പേര്, അവർ ടോട്ടൽ ഒരു 3-4 പേര് കാണും. അപ്പോൾ അവരെല്ലാവരും കൂടെ ഇങ്ങനെ പള്ളിക്കകത്ത് കിടന്നുറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ പള്ളിയുടെ നടുക്കൂടെ ആ റൂമിൻ്റെ മെയിൻ ഹോളിൻ്റെ നടുക്കൂടെ ഒരു റെഡ് കാർപ്പറ്റ് ഇങ്ങനെ ഇട്ടേക്കും. ആ കാർപ്പറ്റിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സ്റ്റോറി എന്തെന്ന് വെച്ചാൽ, അത് ഒരു ചൊല്ല് എന്തെന്ന് വെച്ചാൽ, അത് മരിച്ച ആൾക്കാർക്ക് അല്ലെങ്കിൽ മരിച്ച ആത്മാക്കൾക്ക് സഞ്ചരിക്കാനുള്ള ഒരു പാത ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ അതാണ് ആ റെഡ് കാർപ്പറ്റിനെ പറ്റിയുള്ള ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവർ രാത്രി ഇങ്ങനെ കിടന്നുറങ്ങാനായിട്ട് തീരുമാനിച്ചു. ഈ റെഡ് കാർപ്പറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ജീവനുള്ള ആരും ഇതിലൂടെ നടക്കാനോ ഇതിലിരിക്കാനോ കിടക്കാനോ ഒന്നും പാടില്ല എന്നാണ് ഒരു നിയമമല്ല, ഒരു വിശ്വാസം പോലെ. അപ്പോൾ അന്ന് ദുഃഖവെള്ളിയുടെ തലേ ദിവസം രാത്രി എൻ്റെ ഫ്രണ്ടും അവൻ്റെ കൂടെയുള്ള 2-3 പേരും ഇങ്ങനെ കിടന്നുറങ്ങാൻ തീരുമാനിച്ചപ്പോൾ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്, അവരുടെ കൂട്ടത്തിലുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്, അവനൊരു ഐഡിയ ആയിട്ട് ഇങ്ങനെ തോന്നി. അതായത് ഈ റെഡ് കാർപ്പറ്റിൽ തന്നെ ഒന്ന് കിടന്നുറങ്ങി നോക്കിയാൽ എന്ത് സംഭവിക്കും എന്നറിയാനായിട്ട് അവനൊരു ആകാംക്ഷ. അപ്പോൾ അന്ന് രാത്രി അവൻ മാത്രം അതിനകത്ത് കിടന്നുറങ്ങുവാണ്, ബാക്കി എല്ലാവരും മാറി കിടന്നുറങ്ങുന്നു. അപ്പോൾ അന്ന് രാത്രി എല്ലാവരും കിടന്നുറങ്ങിയപ്പോൾ മാത്രം റെഡ് കാർപ്പറ്റിൽ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണീച്ചപ്പോഴാണ് ഇവനെ കാണുന്നില്ല. ഇവരെല്ലാവരും ഇവനെ നോക്കുമ്പോൾ ഇവൻ അവിടെ ഇല്ല. ഇവൻ തലേ ദിവസം കിടന്നുറങ്ങിയ ആ സ്ഥലത്ത് ഇവനെ കാണാനില്ല. അതാണ്
അവരെ പെട്ടെന്ന് ഞെട്ടിപ്പിച്ച ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ അവർ നോക്കിയപ്പോൾ പള്ളിയുടെ ഡോറ് തുറന്ന് കിടക്കുകയാണ്. അവർ തലേന്ന് കിടന്നുറങ്ങിയപ്പോൾ ഡോറ് പൂട്ടി ഒരാൾ കൈവശം താക്കോലും വെച്ചിരുന്നു. അതായത് റെഡ് കാർപ്പറ്റിൽ കിടന്ന് ഉറങ്ങിയവൻ്റെ കയ്യിലല്ല താക്കോല്, വേറെ ഒരു പയ്യൻ്റെ കയ്യിലായിരുന്നു താക്കോല്. അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ പള്ളിയുടെ ഡോറ് തുറന്ന് കിടക്കുകയാണ്. ഈ താക്കോല് കൈവശം ഉള്ള ആളുടെ കയ്യിൽ താക്കോലും ഉണ്ട്. പക്ഷെ പള്ളിയുടെ ഡോറ് എങ്ങനെ തുറന്ന് കിടക്കുന്നു? ഇവൻ പള്ളിയുടെ വെളിയിൽ കിടന്നുറങ്ങുന്നു. ഈ റെഡ് കാർപ്പറ്റിൽ കിടന്നുറങ്ങി ഇവൻ പള്ളിയുടെ വെളിയിൽ കിടന്നുറങ്ങുന്നു. അപ്പോൾ അതെല്ലാവരെയും ഞെട്ടിച്ച ഒരു സംഭവമാണ്. ആ പള്ളിയിലെ വികാരി അച്ഛനെ പോലും ഞെട്ടിച്ച് കളഞ്ഞ ഒരു സംഭവമായിട്ടാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എനിക്കിതുപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ 5ലോ 6ലോ പഠിക്കുന്ന ടൈമിൽ ഞാൻ എൻ്റെ അനിയനും കസിൻസിൻ്റെ വീട്ടിലാണ് നിൽക്കാറ്. സമ്മർ വെക്കേഷൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് ആരും ഫ്രണ്ട്സ് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സമ്മർ വെക്കേഷനൊക്കെ കസിൻസിൻ്റെ വീട്ടിൽ സ്പെൻഡ് ചെയ്യാം. ഒരു ദിവസം ഞങ്ങളെല്ലാവരും കളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഒരു 6:30-7 മണി ആയിട്ടുണ്ടാവും. ഞാൻ കുളിക്കാൻ കയറി, കുളി കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് എടുക്കാൻ പോയത് ടെറസിൻ്റെ മുകളിൽ ഡ്രസ്സ് എടുക്കാൻ കയറി പോയ സമയത്ത് പെട്ടെന്നൊരു സ്ത്രീയുടെ ശക്തിയായി അലറുന്ന ശബ്ദമായിരുന്നു. ഞാനാകെ പേടിച്ച് പെട്ടെന്ന് റൂമിൽ കയറി നോക്കിയപ്പോൾ അവരും പേടിച്ച് നിൽക്കുന്നു. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേപോലെ അലറുന്ന ശബ്ദം 2 വട്ടം അങ്ങനെ അടുപ്പിച്ചിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അത്രയ്ക്ക് പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം അടുത്തുള്ള വീട്ടുകാരോട് തിരക്കിയപ്പോൾ അവരും കേട്ടിരുന്നു, അവരും ഇതുപോലെ പേടിച്ചിരിക്കുകയായിരുന്നു. അന്ന് അങ്ങനൊരു മിസ്റ്ററി ഉണ്ടായിരുന്നു അന്ന് രാത്രി.